بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സ്നേഹിതന്മാരെ, ആദ്യമായി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജംഉൽ ഖുർആൻ അല്ലെങ്കിൽ താരീഖുൽ മുസ്ഹഫ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഖുർആനിൻ്റെ ചരിത്രം എന്താണ്? ആ ഖുർആൻ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്? റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുതൽ ഇന്ന് നമ്മൾ കാണുന്ന ഖുർആൻ അത് അതേപോലെ റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുതൽ നിലവിലുണ്ടോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഈ ഒരു വിഷയത്തിൽ തന്നെ ധാരാളം കിതാബുകളും ഗ്രന്ഥങ്ങളും, അതായത് മുജല്ലദുകളായിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് മുതലേയുള്ള പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഖുർആൻ? ഖുർആനിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം. ഖുർആനിൻ്റെ ഡെഫിനിഷൻ എന്താണ് ഖുർആൻ? ഫുള്ളായിട്ട് പറയണം. കുറേ വിഷയങ്ങളുണ്ട്, 3 വിഷയങ്ങൾ, ഏറ്റവും കുറഞ്ഞത് 3 വിഷയം, ഇല്ലെങ്കിൽ 4 വിഷയങ്ങൾ. ഒരു ഡെഫിനിഷനിൽ തന്നെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് കലാമുള്ള. ഖുർആൻ എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ്. കിതാബുള്ള അല്ല, കലാമുള്ള. അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ, അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. രണ്ടാമത്തത് അൽ മുനസ്സലു അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുനസ്സലു അലാ റസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കലാം. മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കലാം ബിവാസിതതി ജിബ്രീൽ. എങ്ങനെയാണ് ഇറക്കപ്പെട്ടത്? ബിവാസിതതി ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കലാം. 3 കാര്യങ്ങൾ. 4ാമത് ചില പണ്ഡിതന്മാർ കൂട്ടി പറഞ്ഞിട്ടുള്ളത് അൽ മുതഅബ്ബദു ബിതിലാവതിഹി. അൽ മുതഅബ്ബദു ബിതിലാവതിഹി, അത് പാരായണം ചെയ്യൽ ഇബാദത്താണ്. അങ്ങനെയുള്ള ഒന്നാണ് ഖുർആൻ. അപ്പൊ ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് ഏത് സമൂഹത്തിനായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് നബിയായിട്ട് നിയോഗിതനാകുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ബിഅസത്തിന്റെ സമയത്ത് അറബികളുടെ അവസ്ഥ എന്തായിരുന്നു? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഉമ്മിയായവരാണ്, എഴുത്തും കണക്കുകൂട്ടലും നമുക്കറിയില്ല. ലാ നഖ്റഉ വലാ നക്തുബ്, നമ്മൾ വായിക്കാറില്ല, എഴുതാറുമില്ല. അത് എന്ന് വിചാരിച്ചാൽ, അതായത് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവർ, ഒരു അറിവുമില്ലാത്തവർ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർ, ഒരു സംസ്കാരവും ഇല്ലാത്തവർ എന്നാണോ അതിനർത്ഥം? അതല്ല, എഴുത്തും വായനയും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സംസ്കാരമുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. അവർ സാധാരണ അറബികളുടെ ശൈലി എന്താണെന്ന് വെച്ചാൽ, അവരുടെ ചരിത്രങ്ങൾ, അതായത് നമ്മളെക്കാൾ, അതായത് ഇപ്പോഴുള്ള ഈ സോഷ്യൽ മീഡിയകൾ ഉണ്ടായിട്ടും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും നമ്മേക്കാൾ മെമ്മറി പവറും മറ്റും അവർക്ക് കൂടുതലായിരുന്നു. അവരുടെ ഉപ്പപ്പ അങ്ങനെ എത്ര കൂടുതൽ അവർക്ക് പഠിച്ചു വെക്കാൻ പറ്റോ അത്രയും അവർ
മനഃപ്പാടമാക്കി വെച്ചിരുന്നു. അവരുടെ നെസബുകൾ, അവരുടെ കുടുംബ പാരമ്പര്യം അവർ പഠിച്ചു വെച്ചിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളുടെയൊക്കെ ഉപ്പാന്റെ ഉപ്പപ്പാന്റെ ഒക്കെ പേര് ആദം നബി വരെ നമുക്ക് ചരിത്ര കിതാബുകളിൽ കാണാൻ സാധിച്ചത് അറബികൾ എന്നത് പഠിച്ചു വെച്ചത് കൊണ്ടാണ്. അത് അവരുടെ അഭിമാനത്തോടു കൂടി അവരുടെ മക്കളെ അവർ പഠിപ്പിക്കും. അപ്പോ വായിലൂടെ ഷഫവീഹ്യൻ, അതായത് മക്കൾക്ക് വായ കൊണ്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. അതുപോലെ തന്നെ കവികള്, അറബി സാഹിത്യത്തിൽ അവരെ വെല്ലാൻ പറ്റിയ ഒരു കൂട്ടർ വേറെ ഉണ്ടായിട്ടില്ല. അവരുടെ കവിതകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളവർ ചർച്ച ചെയ്യുന്നതും അറബി ഭാഷ പഠിക്കുന്നതും. അപ്പം എഴുത്തും വായനയും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രവാചകന് ഖുർആൻ ഇറക്കാൻ കാരണം എന്താണ്? അത് ആ പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതല്ല എന്ന് ശത്രുക്കളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതും അള്ളാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു മുഅ്ജിസത്തായിട്ട് നൽകിയ കാര്യമാണ്. അത് റസൂല് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല എന്നവരെ ബോധിപ്പിക്കാൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും, എഴുത്തും വായനയും അറിയാത്ത ഒരു കൂട്ടത്തിലേക്കാണ് അള്ളാഹു പ്രവാചകനെ നിയോഗിക്കുന്നത്. അന്ന് എഴുത്തും വായന അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആർക്കും അറിയില്ല എന്നല്ല, അറബികളിൽ ഒരാൾക്കും എഴുത്തും വായനയും അറിയില്ല എന്നല്ല അതിനർത്ഥം. ചിലർക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു. ആരെ പോലെ? ഖുലഫാ ഉർ റാഷിദീങ്ങളെ പോലെ കുറച്ച് ആൾക്കാർക്ക് എഴുത്തും വായന അറിയായിരുന്നു. ഖുലഫാ ഉർ റാഷിദീങ്ങൾ, അതേപോലെ തന്നെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല, അബൂ സുഫിയാൻ ബിൻ ഹർബ്, അദ്ദേഹത്തിന്റെ മകൻ മുആവിയ, അബാൻ ബിൻ സഈദ്, അല്ലാ ഇബ്ൻ അൽ ഹദ്റമി, ഇവരൊക്കെ മക്കക്കാരാണ്. മക്കയിൽ എഴുത്തും വായനയും അറിയുന്ന ആൾക്കാരാണ് ഇവർ, അറബി എഴുത്തും വായനയും അറിയുന്ന ആൾക്കാർ. മദീനയിൽപ്പെട്ടതാരൊക്കെ? അംർ ബിൻ സഈദ്, ഉബയ്യ് ബിൻ കഅബ്, സെയ്ദ് ബിൻ സാബിത്ത്, മുൻസിർ ബിൻ അംർ, ഇവരൊക്കെ മദീനയിൽ എഴുത്തും വായനയും അറിയുന്ന ആൾക്കാരായിരുന്നു. വകാന ബിഹാ യഹൂദിയുൻ യുഅല്ലിമു സുബിയാന അൽ കിതാബ, മദീനത്തൊരു യഹൂദി ഉണ്ടായിരുന്നു. അവർ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കുന്ന ആളായിരുന്നു യഹൂദി. അപ്പോ ഇങ്ങനെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറബി ഭാഷ അറിയാം. അവർക്ക് എവിടെ നിന്നാണ് അറബി ഭാഷ എഴുത്ത് കിട്ടിയത്? എവിടെ നിന്നാണ് അവർ അറബി ഭാഷ എഴുത്ത് പഠിച്ചത്? ആരാണ് അവരെ പഠിപ്പിച്ചത്? അതും ചരിത്രകാരന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ചരിത്ര കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇമാം ദാനി അദ്ദേഹം സിയാദ് ബിൻ അൻഉം വരെ എത്തുന്ന സനദ് പറഞ്ഞിട്ട് പറയുകയാണ്, ഖുൽതു ലി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, മആശിറ ഖുറൈശ് ഹൽ കുൻതും തക്തുബൂന ഫിൽ ജാഹിലിയ്യത്തി ബിഹാദൽ കിതാബിൽ അറബി തജ്മഊന ഫീഹി മജ്തമഅ വതുഫർഖൂന ഫീഹി മഫ്തറഖ് ഹജാഅൻ ബിൽ അലിഫ് വൽ ലാം വൽ മീം വൽ ഖത്ഇ വൽ വസ്ൽ വമാ യുക്തബു ബിഹിൽ യൗം ഖബ്ല അൻ യുബ്അഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅസത്തിന് മുമ്പ് നിങ്ങൾ ഇന്ന് നമ്മൾ എഴുതുന്നത് പോലെ അറബി ഭാഷ എഴുതാറുണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അതായത് ഇന്ന് എഴുതുന്നത് പോലെ അലിഫും ലാമും മീമും ഒക്കെ ആയിട്ട് നമ്മൾ ചിലത് വേർതിരിച്ചെഴുതും, ചിലത് കൂട്ടി എഴുതും, അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. ഖുൽതു ഫമൻ അല്ലമകുമുൽ കിതാബ, അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങളെ ആരാണ് എഴുത്ത് പഠിപ്പിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല ഹർബ് ബിൻ ഉമയ്യ, ഹർബ് ബിൻ ഉമയ്യയാണ് നമ്മളെ എഴുത്ത് പഠിപ്പിച്ചത്. ആരാണ് ഹർബ് ബിൻ ഉമയ്യ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രഗത്ഭനായ ഒരു സഹാബിയുടെ ഉപ്പയാണ് ഹർബ് ബിൻ ഉമയ്യ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹർബ് ബിൻ ഉമയ്യ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ് അബൂ സുഫിയാൻ ബിൻ ഹർബ് ബിൻ ഉമയ്യ. അതാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേരാണ് ഹർബ് ബിൻ ഉമയ്യ. അപ്പൊ ഖുറൈശികളെ അറബി എഴുത്ത് പഠിപ്പിച്ചതാരാ? ഹർബ് ബിൻ ഉമയ്യ, അതായത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. ഖാല അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ, അപ്പോ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഫമൻ അല്ലമ ഹർബ് ബിൻ ഉമയ്യ, ഹർബ് ബിൻ ഉമയ്യ ആരാണ് കിതാബത്ത് പഠിപ്പിച്ചത്, എഴുത്ത് പഠിപ്പിച്ചത്? ഖാല അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ. ഖുൽതു ഫമൻ അല്ലമ അബ്ദുല്ലാഹ്, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ എന്നൊരു വ്യക്തിയാണ് ഹർബ് ബിൻ ഉമയ്യയെ അറബി എഴുതാൻ പഠിപ്പിച്ചത്. അപ്പൊ വീണ്ടും ചോദിച്ചു, ആരാണ് അബ്ദുല്ലാഹി ബിൻ ജദ്ആനെ പഠിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചോദിച്ച് പഠിക്കുന്നവരായിരുന്നു അവർ. അവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. അതായത് അറബി ഭാഷ, അറബി എഴുത്ത്, ഇപ്പൊ നമ്മളോട് ഒരാൾ നമ്മൾ ആരാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ 1ാം ക്ലാസ്സിലെ മാഷിന്റെ ടീച്ചറോ പേര് പറയും. അയാൾ ആരാ പഠിപ്പിച്ചു വെച്ചാൽ തീർന്നു, നമുക്ക് അത്രേ ഉള്ളൂ. പക്ഷെ ഇവര് അവരുടെ സനദുകൾ പഠിച്ചു വെക്കുകയാണ്. കാരണം അവർക്ക് അന്നേരം റെക്കോർഡ് ചെയ്ത് വെക്കാനോ എഴുതി വെക്കാനോ ഒരു സെറ്റപ്പും ഇല്ല.
അതുകൊണ്ട് കാണാതെ പഠിക്കലല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ ഹഫ്ളഹുല്ലാ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ദീർഘമായ ക്ലാസ്സുകളിലേക്ക് ഒരു കിതാബ് ഇത്ര വണ്ണമുള്ള കിതാബുകളൊക്കെ വായിച്ച് തീർക്കുകയായിരിക്കും. അപ്പൊ പെട്ടെന്ന് തീർക്കണം. മസ്ജിദ് നബവിയിൽ ഫജറിന് ശേഷം ക്ലാസ് ഉണ്ടാവും, ളുഹറിന് ശേഷം ഉണ്ടാവും, അസറിന് ശേഷം ഉണ്ടാവും, മഗ്രിബിന് ശേഷം ഉണ്ടാവും, ഇശാന് ശേഷം ഉണ്ടാവും. അങ്ങനെ വായിച്ച് തീർക്കാനുള്ളത് കുറച്ച് ദിവസമേ ഉണ്ടാവും. അപ്പൊ മൂപ്പര് പറയും, അപ്പൊ എല്ലാവർക്കും എഴുതിയെടുക്കാൻ സമയം കിട്ടൂല. ആദ്യം ഒരു പ്രാവശ്യം പറയുമ്പോൾ ആദ്യത്തെ വരി എഴുതും, ഇത് രണ്ടാമത് പറയാൻ കാത്തുക്കും രണ്ടാമത്തെ വരി എഴുതാൻ. അപ്പൊ ഉസ്താദ് പറയൽ എന്താ അറിയോ, നിങ്ങൾ മെമ്മറി അത് ബൈഹാട്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ, ഞാൻ ഈ ആദ്യ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ അത് മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിയൂ, ഇനി ഒരു തവണ ഉസ്താദ് പറയൂല, ഇനി ഒരു തവണ അത് കേൾക്കാൻ എനിക്ക് ചാൻസ് ഇല്ല എന്നൊരു ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മളത് ക്യാച്ച് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ മെമ്മറിയിൽ അത് നിൽക്കും. നമ്മൾ ഫസ്റ്റ് വിചാരിക്കുന്നത് എന്താ, ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ വേർഡ് മാത്രമേ ശ്രദ്ധിക്കൂ, ബാക്കി രണ്ടാമത് പറയുമ്പോൾ ഇതാ. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്നും മെമ്മറിയിൽ നിൽക്കാത്തത്. ഇനി അത് കേൾക്കാൻ ഒരു ചാൻസും ഇല്ല, ഇതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നുള്ള ചിന്തയിലായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത്, ഈ കാര്യങ്ങൾ കേൾക്കേണ്ടത്. അപ്പൊ പെട്ടെന്ന് നമ്മളെ മെമ്മറിയിലേക്ക് കയറും. അപ്പൊ അങ്ങനെ ആയിരുന്നു അവര് അറബികള് പണ്ട് ഇൽമുകള് ശേഖരിച്ചിരുന്നത്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ജദ്ആനെ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ ഖാല അഹ്ലുൽ അംബാർ, അംബാർ യമനിലെ അംബാർ എന്ന നാട്ടിലെ ആൾക്കാരാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. ഖുൽതു ഫമൻ അല്ലമ അഹ്ലൽ അംബാർ, അഹ്ലുൽ അംബാറിനെ ആരാണ് പഠിപ്പിച്ചത്? ഖാല ത്വാരിഉൻ ഖറഅ അലൈഹിം മിൻ അഹ്ലിൽ യമൻ, യമനിൽ നിന്ന് വന്ന ഒരാളാണ് അഹ്ലുൽ അംബാറിനെ, അംബാർ നാട്ടുകാരെ യമനിൽ നിന്ന് വന്ന ഒരാളാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു. അയാളെ ആരാണ് പഠിപ്പിച്ചത്? ഫമൻ അല്ലമ ദാക ത്വാരി, ആ വന്ന ആൾ ആരാണ് പഠിപ്പിച്ചത്? ഖാലൽ ഖൽജാൻ ബിനുൽ മൂഹിം, ഖൽജാൻ ബിനുൽ മൂഹിം എന്ന ആളാണ് പഠിപ്പിച്ചത്. അയാൾ ആരാണെന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന കാതിബു ഹൂദ് അലൈഹിസ്സലാം ബിൽ വഹ്യി അനില്ലാഹി അസ്സ വജൽ, ഹൂദ് അലൈഹിസ്സലാമിന്റെ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ഹൂദ് നബിക്ക് വഹി ഇറങ്ങുന്നത് എഴുതുന്ന ആളായിരുന്നു ആര്? ഖൽജാൻ ബിനുൽ മൂഹിം എന്ന വ്യക്തി. അയാളിൽ നിന്നാണ് അറബി എഴുത്ത് പാരമ്പര്യമായി പഠിച്ച് ലാസ്റ്റ് ഹർബ് ബിൻ ഉമയ്യ പഠിച്ചു. ഹർബ് ബിൻ ഉമയ്യ ആരെ പഠിപ്പിച്ചു? ഖുറൈശികളെയും പഠിപ്പിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയപ്പോ എഴുത്തും വായനയും പഠിക്കാനും വലിയ പ്രോത്സാഹനം നൽകി. കാരണം അത് ആവശ്യമാണ്. കാരണം ഇസ്ലാം എന്നുള്ളത് ഒരിക്കലും എല്ലാവരെയും സംസ്കാരമില്ലാത്തവരാക്കുന്ന, ഇല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സഹായിക്കാത്ത ഒരു മതമല്ല ഇസ്ലാം. മറിച്ച് ഇസ്ലാം ആഗ്രഹിക്കുന്ന എന്താണ്? എല്ലാവരും ഉന്നതിയിലേക്ക് എത്തണം, എല്ലാവരും സംസ്കാരമുള്ളവരാകണം, എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാകണം, ആരും അറിവില്ലാത്തവരുണ്ടാകരുത്. അതുകൊണ്ടാണ് ഫദ്ലുൽ ഇൽമ്, ത്വലബുൽ ഇൽമിന് അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും ശ്രേഷ്ഠത പഠിപ്പിച്ചു തന്നത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു വിശ്വാസികൾക്കും ഇൽമുള്ളവർക്കും അറിവുള്ളവർക്കും ദറജകൾ ഉയർത്തി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇൽമിന്റെ ഫദ്ല് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും റസൂലുള്ളാഹി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ അങ്ങനെ ബദ്ർ യുദ്ധം നടന്ന്, ബദ്ർ യുദ്ധത്തിന് വമിമ്മാ യദുല്ലുനാ അലാ ഹാദാ അന്നഹു ലമ്മൻ തസറ അലാ ഖുറൈശ് ഫീ ഗസ്വതി ബദ്ർ വഉസ്റ മിൻഹും 70 റജുലൻ മിൻ സനാദീദ് ഖുറൈശ് വഗൈറഹും ജഅല അലാ കുല്ലി വാഹിദ് മിനൽ ഉസ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദ്ർ യുദ്ധത്തിൽ ഖുറൈശികളുടെ നേതാക്കന്മാരെയും പലരെയും യുദ്ധത്തിൽ തടവുപുള്ളിയായി പിടിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ ഒഴിവാക്കി തരണമെങ്കിൽ ഇത്ര പണം നിങ്ങൾ നൽകണം. ഇനി പണം നൽകാൻ സാധിക്കാത്ത ഒരാൾ, അയാൾ എഴുത്തും വായനയും അറിയുന്ന ആളാണെങ്കിൽ മദീനയിലെ 10 കുട്ടികളെ അയാൾ എന്ത് പഠിപ്പിക്കണം? എഴുത്തും വായനയും പഠിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അയാൾ എന്താക്കാം? മോചിപ്പിക്കാം. യുദ്ധത്തിൽ പിടിച്ച തടവുപുള്ളിയെ പൈസ കൊടുക്കാൻ, പണം കൊടുക്കാൻ ഇല്ലെങ്കിൽ, എഴുത്തും വായന അറിയുന്ന ആളാണെങ്കിൽ 10 കുട്ടികൾ എന്താക്കണം? എഴുത്തും വായനയും പഠിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് പകരമായിട്ട് അയാളെ മോചിപ്പിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ അത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ എന്താക്കിയിട്ടുണ്ട്? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അറബി ഭാഷ പഠിക്കാൻ. ولذلك لم يتم القرآن نزولا حتى كان الرسول صلى الله عليه وسلم أكثر من 40 كاتبا. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് 40ഓളം കുത്താബുൽ വഹി ഉണ്ടായിരുന്നു. അതായത് വഹി എഴുതുന്ന സഹാബാക്കൾ 40ഓളം ആൾക്കാർ, 40ഓളം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുതാനുണ്ടായിരുന്നു.
അത്രത്തോളം ആളെന്താക്കി റസൂലുള്ളാഹി തങ്ങളുടെ ബിഅസത്തിന് ശേഷം അറബി ഭാഷ എഴുതാനും വായിക്കാനും പഠിച്ചു. അതിനേക്കാൾ കൂടുതൽ പഠിച്ചു. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾക്ക് തന്നെ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 40 ആൾക്കാർ റസൂലുള്ളാഹി തങ്ങളുടെ വഹി എഴുതാൻ മാത്രമുണ്ടായിരുന്നു. എന്നിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, കാനൽ ഖത്തുൽ ലദീ തഅല്ലമഹു ഹർബ് വഅല്ലമഹു ഖുറൈശി ഹുവൽ ഖത്തുൽ അംബാരി. അൻബാർ എന്ന നാട്ടിൽ നിന്നാണ് ഹർബ് ബിൻ ഉമയ്യ പഠിച്ചത് എന്ന് പറഞ്ഞല്ലോ. ആ നാട്ടുകാരുടെ ഖത്തായിരുന്നു ഹർബ് ബിൻ ഉമയ്യ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് ഖുറൈശികളുടെ അടുത്തേക്ക് മക്കത്തേക്ക് എത്തിയതിനു ശേഷം അതിനെ ഖത്തുൽ ഹിജാസി എന്ന് പറയാൻ തുടങ്ങി. ഖത്തുൽ ഹിജാസി എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഇസ്ലാം വ്യാപിച്ചു. അങ്ങനെ കൂഫയിലെ ചില പണ്ഡിതന്മാർ, ആ സമയത്ത് തന്നെ കൂഫയിൽ ചില അറിവുണ്ടായിരുന്ന ആൾക്കാർ ആ അറബി എഴുത്തിനെന്താക്കി? ഒന്നുകൂടി വിപുലീകരിച്ചു, ഒന്നുകൂടി നന്നാക്കി. അങ്ങനെയാണ് ഖത്തുൽ കൂഫി ഉണ്ടായത്. അതിനുശേഷം അതിനെ ഖത്തുൽ കൂഫി എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അതിനൊക്കെ ശേഷം അലി ഇബ്നു ഹിലാൽ അൽ ബഗ്ദാദി, ഇബ്നുൽ ബവ്വാബ് എന്നറിയപ്പെടുന്ന അലി ഇബ്നു ഹിലാൽ അൽ ബഗ്ദാദിയാണ് അറബി ഭാഷയെ, അറബി എഴുത്തിന് നിയമങ്ങൾ വെക്കുകയും അതിനെ ഒന്നുകൂടി ഉഷാറാക്കുകയും ചെയ്യുന്നത്. ഇബ്നുൽ ബവ്വാബ് എന്നറിയപ്പെട്ട അലി ഇബ്നു ഹിലാൽ അൽ ബഗ്ദാദി. അപ്പൊ ഇങ്ങനെയാണ് അറബി എഴുത്ത് അറബികൾ പഠിച്ചത്. അറബി എഴുതാൻ അറബികൾ പഠിച്ചത് ഇങ്ങനെയാണ്. ഇനി അടുത്തത് കിതാബത്തുൽ ഖുർആൻ, ഖുർആനിന്റെ എഴുത്ത്. ഖുർആനിന് അറബികൾ എങ്ങനെ എഴുതി? റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ ഖുർആനിനെ എങ്ങനെ എഴുതി? എവിടെയാണ് അവർ എഴുതിയത്? ആരൊക്കെയാണ് എഴുതിയത്? അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്തതുപോലെ ഖുർആനിന് എന്താക്കിയിട്ടില്ല? ഒറ്റയടിക്കങ്ങ് ഇറക്കി കൊടുത്തിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക് എങ്ങനെ ഇറക്കി കൊടുത്തത്? കുറച്ച് കുറച്ചായിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറക്കി കൊടുത്തത്. അതെന്തിനാണ് അങ്ങനെ ഇറക്കി കൊടുത്തത്? എന്തിനാണ് ഖുർആൻ കുറച്ച് കുറച്ചായിട്ട് ഇറക്കി കൊടുത്തത്? പറയും, എന്തെങ്കിലും ഒരു പോയിന്റ് പറയും. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഖുർആൻ ഒറ്റയടിക്ക് അങ്ങനെ. ഖുർആനിൽ പല നിയമങ്ങളും ഉണ്ട്. അപ്പൊ ചില നിയമങ്ങൾ, ഉദാഹരണത്തിന് ലിഹാർ എന്ന് പറഞ്ഞാൽ എന്താ? ലിഹാർ, ഭാര്യയോട് ഇനി മുതൽ നീ എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറയാം. അൻതക വഹിരി ഉമ്മി, നീ ഇനി എന്റെ ഉമ്മാനെ പോലെയാണ്. പിന്നെ ഭാര്യയുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും പറ്റൂല. അങ്ങനെ ഒരു സഹാബി വനിതയോട്, ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹയോട് അവരുടെ ഭർത്താവ് പറഞ്ഞപ്പോൾ അവർ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ലിഹാർ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റൂല, ഓനിക്കിനി നീ ഹറാമ് തന്നെയാണ്. പിന്നെ പറഞ്ഞു, ഇല്ല ഒന്നും ചെയ്യാൻ പറ്റൂല, അതാണ് ഇപ്പത്തെ വിധി, അതാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ്. തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന ഒരാളുടെ സംസാരം ആര് കേട്ടു? അള്ളാഹു കേട്ടു. ആയിഷ ബീവി പറയാണ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അള്ളാഹുവിന്റെ കേൾവി എത്ര വിശാലമാണ്. തൊട്ടിപ്പുറത്തെ മുറിയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആ പറഞ്ഞത് കേട്ടിട്ടില്ല. പക്ഷെ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് റബ്ബ് അത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് ഒരാൾക്കൊരു ബേജാറും വേണ്ട. നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെ പറയുന്നതും എങ്ങനെ സംസാരിക്കുന്നതും ആര് കേൾക്കുന്നുണ്ട്? അള്ളാഹു കേൾക്കുന്നുണ്ട്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആ അള്ളാഹിനോട് പറയാം. എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന ആ അള്ളാഹുവിനോട് പറയുക. അപ്പോ ഒന്നാമത്തത്, ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഖുർആൻ എന്താക്കുക? ഇറക്കുക. അപ്പൊ അതുമായിട്ടുള്ള നിയമങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുത്തു. അല്ലദീന യുദാഹിറൂന മിൻകും മിൻ നിസാഇഹിം, നിങ്ങളിൽ നിങ്ങളുടെ സ്ത്രീകളെ ലിഹാർ ചെയ്യുന്ന ആൾക്കാരെ നീ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അതിന്റെ നിയമങ്ങൾ ഇറക്കി. പിന്നെന്തിനാണ് ഖുർആൻ ഇങ്ങനെ കുറച്ചായിട്ട് ഇറക്കിയത്? ഇതേപോലെ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ട്, ഖുർആനിനെ പഠിക്കലും മനസ്സിലാക്കലും എളുപ്പമാവാൻ വേണ്ടിയിട്ട്. എഴുത്തും വായനയും അറിയാത്തൊരു സമൂഹമാണ് അത്. നമുക്ക് പോലും ഇപ്പൊ ഒരാള് ഖുർആൻ ഹിഫ്ള് പഠിക്കുന്നുണ്ട്, അയാൾ ഫസ്റ്റ് എത്രയാ പഠിക്കുക? ഫസ്റ്റ് ദിവസം തന്നെ 5 പേജ് 6 പേജ് പഠിക്കുക. 3 ലൈനിലൊക്കെയാണ് പഠിച്ചു തുടങ്ങുക.
3 ലൈനൊക്കെയാണ് പഠിച്ചു തുടങ്ങുക ഹിഫ്ള് പഠിക്കുന്ന ആൾക്കാർ. അങ്ങനെയാണ് ഖുർആനിനെ പഠിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ്. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖുർആനിനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇറക്കി കൊടുക്കാനുള്ള കാരണം തന്നെ അത് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഒറ്റയടിക്ക് ഖുർആൻ ഇറക്കി കൊടുത്തിരുന്നെങ്കിൽ ഒരൊറ്റ സഹാബി ഹാഫിള് ആവൂലായിരുന്നു. ഇങ്ങനെ കുറച്ച് കുറച്ച് ഇറക്കി കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് എഴുതിയെടുക്കാനും സാധിച്ചു, പഠിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവം, ഇപ്പൊ യുദ്ധം നടന്നു, എന്നിട്ട് ഗനീമത്ത് സ്വത്ത് കിട്ടി, എന്ത് ചെയ്യണം? അള്ളാഹത്തിറക്കി. ഇനി യുദ്ധം ചെയ്യാതെ അവർ ഓടിപ്പോയി, അങ്ങനെയുള്ള സ്വത്ത് കിട്ടി, അതെന്ത് ചെയ്യണം? അപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ ഇതെന്താണ് ചെയ്യേണ്ടത്? യസ്അലൂനക അനിൽ അംഫാൽ. അപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോൾ, എന്തെങ്കിലും വിധിയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, പിന്നെ അതേപോലെ തന്നെ സഹാബാക്കളിൽ നിന്നോ മുശ്രിക്കീകളിൽ നിന്നോ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ അതിനുള്ള മറുപടിയായിട്ടും അള്ളാഹു ആയത്തിറക്കും. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, യസ്അലൂനക അനിൽ മഹീദ്, യസ്അലൂനക അനിൽ അംഫാൽ. ഇതൊക്കെ അവർ ചോദിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയും അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമൂഹത്തെ, എഴുത്തും വായനയും അറിയാത്ത എല്ലാ കുരുത്തക്കേടുകളുമുള്ള ഒരു സമൂഹത്തെ ഒറ്റയടിക്ക് നന്നാക്കാൻ ഒരാളെ കൊണ്ട് കഴിയൂല. ഒറ്റയടിക്ക് നന്നാക്കാൻ കഴിയൂല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങളോട് എന്ത് പറഞ്ഞു? ഈ പടിപടിയായിട്ട് നന്നാക്കിയാൽ മതി. ആദ്യം പറഞ്ഞു, നിങ്ങൾ കള്ള് കുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത്. പിന്നെ അങ്ങനെ പടിപടിയായിട്ട് കള്ളുകൂടി ഒഴിവാക്കി. അങ്ങനെ ഓരോ കാര്യങ്ങളും പടിപടിയായിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഒഴിവാക്കിയത്. അങ്ങനെയാണ് അവസാനം അസ്ഹാബി കന്നുജൂം, ആകാശത്തുള്ള നക്ഷത്രങ്ങളെ പോലെ ആ സഹാബത്തിനെ ആക്കിയെടുത്തത് ഇപ്രകാരമാണ്. പടിപടിയായിട്ടാണ് നന്നാക്കിയത്. ഒറ്റയടിക്ക് ഒരാളെയും നന്നാക്കാൻ കഴിയൂല. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളാണ്. വകാന ഖുർആനു യൻസിലു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി പല സഹാബാക്കളും അതെന്താക്കും? ഹിഫ്ളാക്കി എടുക്കും. ചില സഹാബാക്കൾ എന്താക്കും? എഴുതിയെടുക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന ആയത്ത് ഇന്ന സ്ഥലത്ത് എഴുത്, ഇന്ന സൂറത്തിൽ ഇന്ന സ്ഥലത്ത് എഴുത്, ഇന്ന ആയത്തിന്റെ ശേഷം എഴുത്, ഇന്ന സൂറത്തിന്റെ ശേഷം എഴുത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമായിരുന്നു. എവിടെയായിരുന്നു സഹാബാക്കൾ ഇതെല്ലാം എഴുതിയിരുന്നത്? വകാനു യക്തുബൂനഹു ഫിൽ അസബ്. അസബ് എന്ന് പറഞ്ഞാല് ഈന്തപ്പനയുടെ പട്ട ഉണ്ടല്ലോ, കുറച്ച് ഓലയുടെ അറ്റത്തുള്ള ആ പട്ടം, ഈന്തപ്പനയുടെ തടിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, അതിലായിരുന്നു സഹാബാക്കൾ എഴുതിയിരുന്നത്. അല്ലെങ്കിൽ പരന്നിട്ടുള്ള കല്ല്, അതും അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ ആടിന്റെ ഒക്കെ തോല്, അതും അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ തോളല് നല്ല വിശാലമായത്. ഇപ്പോഴും സൗദിയിലുള്ള മദീനത്തൊക്കെ ഉള്ള മ്യൂസിയങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടകത്തിന്റെ ഒക്കെ തോളലില് ഖുർആൻ എഴുതി വെച്ചിട്ടുള്ളത്, പണ്ട് എഴുതിയത്. അതുപോലെ തന്നെ കല്ലിൽ എഴുതിയത് കാണാൻ സാധിക്കും. എല്ലാം അവിടെ മ്യൂസിയത്തിലുണ്ട്. അതേപോലെ തന്നെ ആരായിരുന്നു വഹി എഴുതുന്ന വിഷയത്തിൽ മഷ്ഹൂറായിട്ടുള്ള ആൾക്കാർ ആരാണ്? വഹി എഴുതുന്ന വിഷയത്തിൽ മഷ്ഹൂറായിട്ടുള്ള ആൾക്കാർ ആരാണ്? ഒന്നാമതായിക്കൊണ്ട് ഖുലഫാഉർ റാഷിദീൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുമ. അതേപോലെ തന്നെ മുആവിയത്ത് ബിനു അബി സുഫിയാൻ. മുആവിയ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി എഴുതുന്ന ആളായിരുന്നു. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിക്കുക. റസൂലുള്ളാഹി തങ്ങൾ ഖുർആനിനെ എഴുതാൻ സെലക്ട് ചെയ്ത സഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അവരെത്ര അപകടത്തിലാണെന്നും ചിന്തിക്കണം. അതേപോലെ തന്നെ ഉബയ്യ് ബിൻ കഅബ്, അബാൻ ബിൻ സഈദ്, ഖാലിദ് ബിൻ വലീദ്, സെയ്ദ് ബിൻ സാബിത്ത് ബിൻ ഖൈസ്, ഇതേപോലെയുള്ള സഹാബാക്കളെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹി എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഖുർആനിനെ പൂർണ്ണമായിട്ടും എഴുതിയിട്ടുണ്ട്. ഖുർആൻ പൂർണ്ണമായും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ ഒറ്റ സ്ഥലത്താണോ? അല്ല. ഇതേപോലെ കുറെ 40ഓളം വഹി എഴുതാനുള്ള 40ഓളം ആൾക്കാർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നു.
എല്ലാവരുടെയും അടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ തോലിലും എല്ലിലും കല്ലിലും ഇവിടെയൊക്കെയാണ് ഖുർആനിനെ എഴുതി വെച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ റമളാനിലും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കും. റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചും കേൾപ്പിക്കും. എന്നിട്ട് അവസാനം റസൂലുള്ളാഹി തങ്ങൾ പറയാം, അവസാനത്തെ വർഷം റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന ആ വർഷം 2 തവണ ഇതേപോലെ ഖുർആൻ ഓതി കേൾപ്പിച്ചു. 2 തവണ ഖുർആൻ ഓതി കേൾപ്പിച്ചു. വലാ അറാഹു ഇല്ലാ ഹദറ അജലി. റസൂലുള്ളാഹി തങ്ങൾ പറയാ, എനിക്ക് തോന്നുന്നു എന്റെ സമയമെടുത്തിരിക്കുന്നു, വഫാത്താകാൻ സമയമെടുത്തിരിക്കുന്നു എന്ന് തോന്നുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഖുർആൻ ഓതി കേൾപ്പിക്കും 1 തവണ. അവസാന വർഷം 2 തവണ കേൾപ്പിച്ചു. അങ്ങനെ ഖുർആൻ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ ചില ആൾക്കാർ പൂർണ്ണമായിട്ടും ഹിഫ്ളാക്കിയിട്ടുണ്ട്, ചില ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഖുർആൻ അള്ളാഹു ഇറക്കിയത് മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ നാസിഖായതും മൻസൂഖായ ആയത്തുകൾ, ചില ആയത്തുകൾ തിലാവത്ത് മൻസൂഖായതിനെ ഒഴിവാക്കിയിട്ട് അങ്ങനെ എല്ലാം പൂർണ്ണമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അപ്പോ ഖുർആനിനെ ഒരുമിച്ച് കൂട്ടിയത്, ആദ്യം ജംഅ ചെയ്തത് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് തന്നെ 1 തവണ ജംഅ നടന്നിട്ടുണ്ട്. ഖുർആൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് ഇല്ലാന്നേ ഉള്ളൂ. രണ്ടാമത്തെ ജംഅ ആരുടെ കാലത്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. രണ്ടാമത് ഖുർആനിന്റെ ജംഅ നടക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ജംഅ എന്ന് പറഞ്ഞാൽ 2 അർത്ഥം വരും. ഖുർആന്റെ ജംഅ ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 അർത്ഥം വരും. ഒന്ന്, ഹിഫ്ളുഹു ഫിസ് സദ്ർ, ഖുർആനിനെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടുക, ഖുർആന്റെ മനപ്പാഠമാക്കുക, അതാണ് ഒരു ജംഅ. രണ്ടാമത്തെ ജംഅ കിതാബത്തുഹു വ തദ്വീനു, അതിനെ എഴുതുകയും ക്രോഡീകരിക്കുകയും ചെയ്യുക. അങ്ങനെ 2 രൂപത്തിൽ ജംഅ ഉണ്ട്. ഇത് രണ്ടും ആരുടെ കാലത്ത് നടന്നിട്ടുണ്ട്? റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ പല സഹാബാക്കളും ഹിഫ്ള് പൂർത്തിയാക്കിയിട്ടുണ്ട്, ഹാഫിലികളായിട്ടുണ്ട്. ഖുലഫാഉർ റാഷിദീങ്ങൾ എല്ലാവരും ഹാഫിലികളാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾ ഹാഫിലികളാണ്. അതേപോലെ തന്നെ ത്വൽഹ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, സാലിം മൗല അബി ഹുദൈഫ ഖുർആനിന്റെ വിഷയത്തിൽ പേരെടുക്കപ്പെട്ട സഹാബിയാണ് സാലിം മൗല അബി ഹുദൈഫ. അദ്ദേഹത്തിന്റെ ഓത്ത് കേട്ട് നിൽക്കുമായിരുന്നു സഹാബാക്കൾ. റസൂലുള്ളാഹി തങ്ങൾ പോലും കേട്ട് നിന്നിട്ടുണ്ട്. ഒരിക്കൽ ആയിഷ ബീവിന്റെ അടുത്തേക്ക് വരാൻ റസൂലുള്ളാഹി തങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പൊ ചോദിച്ചു, എന്താ ലേറ്റ് ആയത്? പറഞ്ഞു, സാലിമിന്റെ ഓത്ത് കേട്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരുത്തനെ എന്റെ ഉമ്മത്തിന് തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അത്രത്തോളം ഖുർആനിന് വേണ്ടി ജീവിച്ച ആൾക്കാരായിരുന്നു പല സഹാബാക്കളും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള, മുആവിയ ഇബ്നു സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു സായിബ്, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. മുഹാജിറുകളിൽ, അതായത് മക്കക്കാരിൽ ഇവരൊക്കെ ആയിരുന്നു സഹാബാക്കൾ, പ്രധാനപ്പെട്ട ഹാഫിലികൾ. അതേപോലെ തന്നെ അൻസാരികളിലും മദീനക്കാരിലും ഹാഫിലി ഉബയ്യ് ഇബ്നു കഅബ് ഒക്കെ ഖുർആനിന്റെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒക്കെ, അദ്ദേഹത്തിൽ നിന്നൊക്കെയാണ് ഖുർആനിന്റെ റിവായത്തുകൾ നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ, സയ്യിദ് ഇബ്നു സാബിത്ത്, അബൂദർദ, മജ്മഅ ബിൻ ഹാരിസ, അനസ് ബിൻ മാലിക്, ഇവരൊക്കെ അൻസാരികളിൽപ്പെട്ട ഹാഫിലികളാണ്. അപ്പോ അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമാമ യുദ്ധം നടക്കുന്നത്. ഖുർആൻ ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് പലരും ഹാഫിളായിട്ടും പലരും എഴുതിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പിന്നീടും ക്രോഡീകരിക്കാനുള്ള കാരണം എന്താണ്? വീണ്ടും അതിനെ ക്രോഡീകരിക്കാനുള്ള കാരണം എന്താണ്? യമാമ യുദ്ധത്തിൽ ആർക്കെതിരെയാണ് യമാമ യുദ്ധം നടന്നത്?
ആർക്കെതിരെയാണ് യമാമ യുദ്ധം നടന്നത്? മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ. മുസൈലിമത്തുൽ കദ്ദാബ് ആരാണ്? റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഞാൻ നബിയാണ് എന്ന് വാദിച്ച ആളാണ് ആര്? മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളൻ, കള്ളപ്രവാചകൻ. റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് ശേഷം ഏറ്റവും ആദ്യം നടത്തിയ യുദ്ധമാണ് മുർത്തദ്ദികളോടുള്ള യുദ്ധം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരോടുള്ള യുദ്ധം. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണം ഞാൻ നബിയാണ് എന്ന് വാദിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഒരാള് റസൂലുള്ളാഹി തങ്ങൾ അവസാനത്തെ നബിയാണ് എന്ന് വിശ്വസിക്കൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അങ്ങനെ വിശ്വസിക്കാത്ത ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അയാൾ മുർത്തദ്ദാണ്. ഇനി വേറൊരു പ്രവാചകൻ വരാനുണ്ടെന്നോ വേറെ ഇന്നാള് പ്രവാചകനാണോ എന്ന് വിശ്വസിക്കുന്ന ആള് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. റസൂലുള്ളാഹി തങ്ങളാണ് ഖാതമുൻ നബിയ്യീൻ, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ യമാമ യുദ്ധത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അർസല ഇലയ്യ ഇലാ അബീ ബക്കറിൻ മഖ്തൽ അഹ്ലിൽ യമാമ. യമാമ യുദ്ധത്തിൽ കുറെ സഹാബാക്കള്, ഹാഫിലികളായ സഹാബാക്കള് ഷഹീദായിട്ടുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കപ്പെട്ടു. فإذا عمر بن الخطاب عنده قال أبو بكر إن عمر أتاني فقال إن القتل قد استحسر يوم اليمامة بقراء القرآن. ഖുർആൻ ഓതുന്ന അതായത് ഹാഫിലികൾ ധാരാളം ആൾക്കാർ യമാമയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. وإني أخشى أن يستمر القتل بالقراء بالمواتن فيذهب كثير من القرآن. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് പേടിയാവുന്നു, ഹാഫിലികൾ ഇക്കോലത്തിൽ ഹാഫിലികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഷഹീദായി കഴിഞ്ഞാൽ ഖുർആനിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കാനുള്ള കാരണം എന്താണ്? ഹാഫിലികളുടെ മരണം കാരണം ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ടാണ്. وإني أرى أن تأمر بجمع القرآن. قلت لعمر كيف نفعل ما لم يفعله رسول الله صلى الله عليه وسلم. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് പറയാൻ പറഞ്ഞത്, താങ്കൾ ഖുർആനിനെ ക്രോഡീകരിക്കണം, എല്ലാവരുടെ അടുത്തൊന്നും വാങ്ങിയിട്ട് ഖുർആനിനെ ഒരൊറ്റ ഒരു മുസ്ഹഫാക്കി മാറ്റണം എന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചെന്താണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ഞാൻ ചെയ്യുക? അതായത് ആര് അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, അവര് പറഞ്ഞു എന്നൊന്നല്ല ചിന്തിക്കുന്നത്. നമുക്കൊരാൾ ഏതെങ്കിലും ഒരു തൽപ്പാവ് വെട്ടി താടിയും വെച്ച ഒരാൾ പറഞ്ഞാൽ ഓക്കെ, നമ്മളത് ചെയ്യാൻ റെഡിയാണ്. അത് എന്താണെന്നോ എവിടെ നിന്ന് കിട്ടിയെന്നോ ഒന്നും ആലോചിക്കൂല. പക്ഷെ സഹാബാക്കൾ അവരോടൊരു കാര്യം പറഞ്ഞപ്പോ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാത്തൊരു കാര്യം എങ്ങനെ, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ഞാൻ ചെയ്യുക? അതാണ് സലഫികളുടെ പ്രത്യേകത. അതാണ് സലഫികളുടെ പ്രത്യേകത. സലഫി ആണോ എന്ന് മനസ്സിലാക്കാൻ, അഹ്ലുസുന്നയിൽപ്പെട്ട ആളാണോ എന്ന് മനസ്സിലാക്കാൻ അത് നോക്കിയാൽ മതി. അയാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതായിരിക്കും, ഇല്ലെങ്കിൽ ഇജ്മാ ഉള്ള കാര്യമായിരിക്കും, ഇല്ലെങ്കിൽ ഖിയാസ് ഉള്ള കാര്യമായിരിക്കും. സ്വന്തം ഇഷ്ടത്തിനോ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരാൾ പറഞ്ഞതിന്റെ പേരിലോ സംഘടനക്ക് വേണ്ടിയിട്ടോ അതിനൊന്നും വേണ്ടി സലഫികൾ എന്താക്കൂല, ഒരു പണിയും ചെയ്യൂല. ദീനിന്റെ വിഷയത്തിൽ കൂലി കിട്ടാൻ, ദീനാണെന്ന് വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യൂല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഖൈറുൻ ഫലം യസൽ ഉമർ യുറാജിഉനി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിൽ ഖൈറുണ്ട് സെയ്ദ്, ഇതിലൊരു ഖൈറുണ്ട്, അതുകൊണ്ടാണ്. ഫലം യസൽ യുറാജിഉനി, ഉമർ റളിയല്ലാഹു അൻഹു എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട്, സെയ്ദ് ഇത് ചെയ്യണം, ഇത് ചെയ്യണം. കാരണം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോകാനുള്ള കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു യുവാവാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു യുവാവാണ്, ഷാബായിരുന്നു, നല്ല ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ഇത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ യുവാക്കളോട് ചോദിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരാൾ +2 പഠിച്ചു കഴിഞ്ഞു, വയസ്സായ ഒരാളോട് ചോദിച്ചാൽ അയാളുടെ കാലത്തുള്ള വിഷയമൊക്കെ അയാൾ പറയാം, ഇനി എന്ത് പഠിച്ചോ,
ഡിഗ്രി എടുത്തോ, ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തോ എന്നാ പറയാ. പക്ഷെ ഇപ്പത്തെ യുവാക്കളോട് ചോദിച്ചാൽ എന്ത് പറയും? അവർ ഇപ്പം സാധ്യതയുള്ള കാര്യങ്ങൾ പറയും. എഐക്കുള്ളത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇപ്പൊ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ ഡിഗ്രി ആയിട്ടും മറ്റൊക്കെ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ യുവാക്കളോട് ചോദിച്ചാൽ അവര് അതൊക്കെ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആരോട് അഭിപ്രായം ചോദിക്കണം? യുവാക്കളോട് അഭിപ്രായം ചോദിക്കണം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഇഫ്കിന്റെ സംഭവം നടന്നപ്പോ, വ്യഭിചാരാരോപണം നടന്നപ്പോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള യുവാക്കളായ സഹാബാക്കളെ വിളിച്ചിട്ട്, രണ്ടാളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പൊ മറ്റേ സഹാബി പറഞ്ഞു, എന്ത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഖൈറല്ലാതെ വേറൊന്നും എനിക്കറിയില്ല റസൂലെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, മദീനത്ത് വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ, റസൂലുള്ളാഹി നമുക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചൂടെ? അതാണ് ഇഫ്കിന്റെ സംഭവം. അതും നമ്മൾ ഇതേപോലെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇഫ്കിന്റെ സംഭവം വല്ലാത്തൊരവസ്ഥയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പോലും ആയിഷ ബീവിയുടെ അടുത്തേക്ക് പോകാതെയായി. ഒരു മാസക്കാലത്തോളം ആയിഷ ബീവിന്റെ അടുത്ത് പോയിട്ടില്ല. സാധാരണ ആയിഷ ബീവിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അടുത്ത് പോയിരുന്ന് സമാധാനിപ്പിച്ച റസൂൽ ഒരു മാസമായിട്ട് ആയിഷ ബീവിന്റെ അടുത്തേക്ക് വരുന്നില്ല. വാതിലിന്റെ അവിടെ വരും, എന്നിട്ട് ആയിഷ എങ്ങനെയുണ്ട്, റാഹത്തല്ലേ വെച്ചിട്ട് പോകും. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ആയിഷ ബീവി ഈ കാര്യം അറിയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്, വ്യഭിചാരാരോപണം നടന്ന വിഷയം. ആയിഷ ബീവി പറയാ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് റസൂൽ എന്റെ അടുത്തേക്ക് വരാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയിഷ ബീവി ബരീഅത്താണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആയത്തിറക്കിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹും ആയിഷ ബീവിയുടെ ഉമ്മയും പറഞ്ഞു, നീ റസൂലുള്ളാഹിനോട് ഒരു നന്ദി പറയും, റസൂലുള്ള നിനക്ക് വേണ്ടിയിട്ട് ആയത്തും കൊണ്ട് വന്നല്ലോ, ഒരു നന്ദി പറയും. അപ്പൊ റസൂലുള്ളാഹി ആയിഷ ബീവി പറഞ്ഞു, ആരോട് നന്ദി പറയില്ല, എനിക്ക് എൻ്റെ അള്ളാഹിനോട് നന്ദി പറഞ്ഞാൽ മതി. എനിക്ക് ആരും വേണ്ട, എനിക്ക് എൻ്റെ റബ്ബ് മതി. അതായിരിക്കണം ഒരു മുസ്ലിം. ആയിഷ ബീവി 3 ദിവസത്തോളം രാവും പകലും കരഞ്ഞു, ഉറങ്ങാതെ കരഞ്ഞു കാത്തിരുന്നു അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ, ബരീഅത്താണ് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. എന്നിട്ട് ആയിഷ ബീവി പറയാ, ഞാൻ റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും സ്വപ്നം കാണുന്നാണ് ഞാൻ വിചാരിച്ചത്. ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ആയത്താക്കിയിട്ട് അള്ളാഹു എന്റെ വിഷയത്തിൽ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യാൻ അള്ളാഹു ഇറക്കിയ ആയത്ത് എന്ത്? ആയിഷ ബീവി ബരീഅത്താണ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ ആയത്ത്. ആ ആയത്ത് നിലനിൽക്കുകയാണ് ഇപ്പൊ പലരും ആയിഷ ബീവിയെ ഈ കാര്യം പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നത്. ആ കൂട്ടനാണ് മുസ്ലിമീങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. എത്രത്തോളം അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നതും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ആയിഷ ബീവിയെ ചീത്ത വിളിക്കുന്നവർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ, അവർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നതിൽ അർത്ഥമില്ല. പറഞ്ഞു വരുന്നത്, അങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോയിക്കൊണ്ടേയിരുന്നു. ഹത്താ ശറഹല്ലാഹു സദ്രി ലിദാലിക്, അവസാനം അള്ളാഹു എന്റെ മനസ്സ് വിശാലമാക്കി തന്നു. മനസ്സ് കുടിസായാൽ നമുക്ക് ഒരു അമലും ചെയ്യാൻ തോന്നൂല, ഒരു കാര്യം നമുക്ക് മനസ്സിലാവൂല. അത് എന്ത് വിഷയങ്ങളായാലും മനസ്സ് കുടിസായി കഴിഞ്ഞാൽ എന്താവൂല, നമുക്ക് വിഷയം തലയിൽ കയറൂല. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്, റബ്ബി ഇശ്റഹ് ലീ സദ്രി. അപ്പൊ പഠിക്കുന്ന ആൾക്കാർ നമ്മൾ എന്താക്കണം? സ്ഥിരമായിട്ട് ദുആ ചെയ്യണം. റബ്ബി ഇശ്റഹ് ലീ സദ്രി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി. നമ്മൾ പഠിക്കുന്നുണ്ട്, ആ കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം, നാവിന് കെട്ടുകൊടുക്കരുത്. അത് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ചില ആൾക്കാർക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല, രണ്ടാൾ മുമ്പിൽ വന്ന് നിന്നാൽ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ അതൊക്കെയാണ് മൂസാ നബിയുടെ ദുആ. റബ്ബി ഇശ്റഹ് ലീ സദ്രി. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസ്ഥയും വേണം, അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും വേണം. അതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങേണ്ട കാര്യങ്ങളാണ്. ആര് സ്വന്തം സാമർഥ്യം കൊണ്ട് ഇതെല്ലാം നേടിയെടുക്കാമെന്ന് ആരും വിചാരിക്കരുത്. എല്ലാം അള്ളാഹുവിനോട് ചോദിച്ചിട്ട് വാങ്ങുക. എല്ലാം നൽകേണ്ടത് അള്ളാഹുവാണ്. അങ്ങനെ ഹത്താ ശറഹല്ലാഹു സദ്രി ലിദാലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സിനെ വിശാലമാക്കി തന്നു. വറഅയ്തു ഫീ ദാലിക അല്ലദീ റഅ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചതുപോലെ തന്നെ ഞാനും ചിന്തിച്ചു. പിന്നെ ഖാല സൈദു ഖാല അബൂബക്കർ ഇന്നക റജുലുൻ ശാബുൻ ആഖിലുൻ ലാ നത്തഹിമുക വഖദ് കുൻത തക്തുബുൽ വഹ്യ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതത്ബഉൽ ഖുർആന ഫജ്മഉഹു ഫവല്ലാഹി ഫതത്ബഉൽ ഖുർആന ഫജ്മഉഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഷാബാണ്, യുവാവാണ്, നീ ബുദ്ധിയുള്ളവനാണ്. അപ്പോ ദീനിന്റെ ദഅവത്തിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? യുവാക്കളാണ്. അത് പള്ളി സെക്രട്ടറിക്കും വയസ്സന്മാർക്കും കാരണവന്മാർക്കും വിട്ടുകൊടുത്തിട്ട് നമ്മൾ യുവാക്കൾ എന്താക്കരുത്, നമ്മളെ തോന്നിയതുപോലെ ജീവിക്കരുത്.
യുവാക്കളാണ് ദീനിന്റെ കാര്യങ്ങൾ, ദഅവത്തിന്റെ കാര്യങ്ങളിൽ ചുക്കാൻ പിടിക്കേണ്ടത് ആരാണ്? യുവാക്കളാണ്. ഇതേപോലത്തെ ദീനിന്റെ വലിയ വലിയ വിഷയങ്ങളൊക്കെ സഹാബാക്കൾ ആരെയാണ് ഏൽപ്പിച്ചത്? യുവാക്കളായ ഷാബായിട്ടുള്ള സഹാബാക്കളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് പറഞ്ഞു, നീ ബുദ്ധിയുള്ളവനാണ്, ലാ നത്തഹിമുക്ക്, നിന്റെ വിഷയത്തിൽ നമുക്ക് ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല. വഖദ് കുൻത തക്തുബുൽ വഹ്യ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി എഴുതുന്ന ആളുമായിരുന്നു. അതുകൊണ്ട് നീ ഖുർആനിനെ മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടണം, ഹാഫിളുമാണല്ലോ. ഫവല്ലാഹി ലൗ കല്ലഫൂനി നഖ്ല ജബലിൻ മിനൽ ജിബാലി മാ കാന അസ്ഖല അലയ്യ മിമ്മാ അമറനി ബിഹി മിൻ ജംഇൽ ഖുർആൻ. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടാൽ അതൊരു അലങ്കാരമായിട്ട് കാണരുത്. ഉത്തരവാദിത്തം വെറും അലങ്കാരമല്ല, അത് വളരെ ഭയത്തോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും നിറവേറ്റേണ്ട ഒരു കാര്യമാണ്. ഇന്നൽ അഹ്ദ കാന മസ്ഊല, കാരണം ഉത്തരവാദിത്തങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അറിയോ? അവര് മദീനയിലുള്ള ഈ മലകൾ, അതിലൊരു മല മാറ്റിവെക്കാൻ പറഞ്ഞാൽ അതെനിക്ക് ഇത്ര ഭാരമായിട്ട് തോന്നൂലായിരുന്നു, അതിനേക്കാൾ ഭാരമായിട്ടാണ് എനിക്ക് ഈ വിഷയം തോന്നിയത്. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ അള്ളാഹു ഇറക്കിയിട്ടുള്ള ഖുർആൻ അത് ഫുള്ള് എന്നോട് ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിലില്ലാത്തൊരു സാധനം അള്ളാഹു ആദ്യം ഇറക്കുകയും ചെയ്യണമെന്ന് പറയുകയും പിന്നീട് അത് ചെയ്യണ്ട, ഒഴിവാക്കിക്കോളൂ എന്ന് പറയുകയും ചെയ്ത കാര്യം അതിലെന്താക്കാൻ പറ്റൂല, പിന്നെ ഉൾപ്പെടാൻ പറ്റൂല. ഇനി അള്ളാഹു ഉൾപ്പെടുത്തിയ ഒരു കാര്യം അതെന്താക്കാനും പറ്റൂല, ഒഴിവാക്കാനും പറ്റൂല. അപ്പൊ അത്രയും വലിയ ഉത്തരവാദിത്തമാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു അതിന് റെഡിയായി. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിന് റെഡിയായി. എന്നിട്ട് പറയാം, ഖുൽതു കൈഫ തഫഅലൂന ശൈഅൻ ലം യഫഅൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹു വല്ലാഹി ഖൈറുൻ ഫലം യസൽ അബൂബക്കർ യുറാജിഉനി ഹത്താ ശറഹ അല്ലാഹു. ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് എപ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞോ, അതായത് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും പോയിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ ഖുർആൻ ഒരുമിച്ച് കൂട്ടണം. അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരോടും പറഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവോടും പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവോട് ഇതേപോലെ വീണ്ടും വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇതേപോലെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് എന്താക്കാന്, ഖുർആനിനെ ഒരുമിച്ച് കൂട്ടാൻ. അവസാനം അള്ളാഹു മനസ്സ് വിശാലമാക്കി കൊടുത്തതാണ്. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു ഖുർആനിനെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, കല്ല്, തോല്, എല്ല്, ഇതിലൊക്കെയാണല്ലോ എഴുതി വെച്ചിരുന്നത്. എല്ലാം സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാം, حتى وجدت آخر سورة التوبة مع أبي خزيمة الأنصاري لم أجدها مع أحد غيره. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്ന ആയത്ത് അത് അബൂ ഖുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഹിഫ്ലാക്കിയവർ ഹിഫ്ലാക്കിയിട്ടുണ്ട്, പക്ഷെ എഴുത്ത് അബൂ ഖുസൈമ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഖുർആനിനെ പൂർണ്ണമായിട്ടും അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. അദ്ദേഹം വെറും ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ല. അതായത് ഹാഫിലുകളെ മാത്രം ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ ഓതുക, എന്നിട്ട് ഇദ്ദേഹം എഴുതുക, അങ്ങനെ ഹിഫ്ള് മാത്രമല്ല അദ്ദേഹം ഫോക്കസ് ചെയ്തത്. അതിന്റെ കൂടെ എന്തും ഫോക്കസ് ചെയ്തു, എഴുത്തും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് എഴുതി വെച്ച ഖുർആൻ ഉണ്ടല്ലോ റസൂലുള്ളാഹിന്റെ കാലത്ത്, അതും നോക്കും ഹിഫ്ളും നോക്കും. അതിനെല്ലാം എന്നിട്ട് അത് രണ്ടും ഒരുമിച്ച് കൂട്ടി എഴുതിയതിനു ശേഷം സഹാബാക്കളോട് എല്ലാവരോടും ചോദിക്കും, ഇത് ഇങ്ങനെ തന്നെയല്ലേ അള്ളാഹു ഖുർആൻ ഇറക്കിയത്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഖുർആനെ ഒരുമിച്ച് കൂട്ടുന്നത്. അതാണ് നമുക്ക് ഇജ്മാഇന് തെളിവായിട്ടുള്ളത്. പണ്ഡിതന്മാർ, ആ കാലത്തുള്ള പണ്ഡിതന്മാർ എല്ലാവരും എന്തായി, ഈ ഒരു വിഷയത്തിൽ ഏകാഭിപ്രായക്കാരായി, ഇജ്മാആയി. ഖുർആനിനെ ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നത് ഇജ്മാഉം നമുക്ക് തെളിവാണ്. അപ്പോ ഏതെങ്കിലും രണ്ട് സാക്ഷികളും വന്നിട്ട് ഒരാൾ ഒരു ഖുർആന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് ഖുർആൻ തന്നെയാണ്, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ എഴുതിയതാണ് എന്ന് പറയാൻ ഒരു സാക്ഷിയെ കൂടി കൊണ്ടുവരണം. അങ്ങനെയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഇവർ ഖുർആനിനെ കൊണ്ടുകൊടുത്തത്, ഇവർ എഴുതി വെച്ച കാര്യങ്ങൾ കൊണ്ടുകൊടുത്തത്. അങ്ങനെ അദ്ദേഹം എഴുത്തും ശ്രദ്ധിച്ചു, ഹിഫ്ളും ശ്രദ്ധിച്ചു, രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടാണ് എഴുതിയത്. وقد راعى زيد في كتابة هذه الصحف أن تكون مشتملة على ما ثبتت قرآنيته متواترا واستقر في العرضة الأخيرة. زيد بن ثابت رضي الله عنه എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് ഖുർആൻ ആയിരിക്കണം,
ഹദീസ് ഖുദ്സി ആവരുത്. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അതിൽ പെട്ടുപോകരുത്. കാരണം അത് ഖുർആനല്ല, അത് ഹദീസ് ഖുദ്സിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധയോടുകൂടിയാണ് എന്താക്കിയത്, ഖുർആനിനെ ക്രോഡീകരിച്ചത്. അത് ഖുർആനാണോ മുതവാത്തിറായിട്ട് ഇതേപോലെ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ടത്, ഇല്ലെങ്കിൽ നേരിട്ട് കേട്ട ആള് പഠിപ്പിച്ചത് അങ്ങനെ തന്നെ വന്നതാണോ, വസ്തഖറ ഫിൽ അർളത്തിൽ അഖീറ, അവസാന കാലത്ത് 2 പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതി പറഞ്ഞല്ലോ ജിബ്രീലിന്റെ കൂടെ, ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഓതിയതാണോ, അതൊക്കെ ശ്രദ്ധിച്ചിട്ടായിരുന്നു ഇദ്ദേഹം ഖുർആനിനെ ഒരുമിച്ച് കൂട്ടിയത്. അതേപോലെ തന്നെ ആയത്തുകളുടെ ക്രോഡീകരണം, സൂറത്തുകളുടെ ക്രോഡീകരണം, ഇതൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അപ്പോ ഇന്ന് നമ്മൾ ഖുർആനിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഓതുന്നതിന്റെ ഒക്കെ പ്രതിഫലം ആർക്ക് കിട്ടും? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു, പിന്നെ അതിനുവേണ്ടി പണിയെടുത്ത സഹാബാക്കൾ, അവർക്ക് ഇപ്പോഴും ഇതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിന് മുമ്പ് അങ്ങനെയുള്ള ജാരിയായ സദഖകൾ ചെയ്തു വെക്കണം. ജാരിയായിട്ടുള്ള സദഖകൾ ചെയ്തു വെക്കണം. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുമില്ല, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, അതും ജാരിയായ സദഖയാണ്. ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ, അയാളോട് പറയാ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ബിസ്മില്ലാ എന്ന് ചെല്ലണം. അയാളെ ഏത് കാലം വരെ അയാൾ ബിസ്മില്ല ചെല്ലുന്നുണ്ടോ, ഇനി നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ശരി, അതിന്റെ പ്രതിഫലം ആർക്ക് ലഭിച്ചുകൊണ്ട് നിൽക്കും? മരണപ്പെട്ടു പോയാൽ നമുക്ക് ലഭിച്ചുകൊണ്ട് നിൽക്കും. അതായത് മരണപ്പെട്ട് കഴിഞ്ഞാലും മുറിഞ്ഞു പോകാത്ത ഒരു കാര്യമാണെന്ത്? ഇൽമുൻ യുന്തഫഉ ബിഹി, ഇൽമുൻ യുന്തഫഉ ബിഹി. അതുപോലെ തന്നെ ജാരിയായ സദഖ. അപ്പൊ ജാരിയായ സദഖകൾ ചെയ്യാം. ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളെ വക എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാം. എത്രയാണോ കൊടുക്കാൻ കഴിയുന്നത് അത്ര കൊടുക്കുക. കുറെ ഒരു പള്ളി മുഴുവനായിട്ട് ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഒരു ഇഷ്ടികക്കല്ലാണ് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അത് കൊടുക്കുക. അത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ അതിന് പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജാരിയായ സദഖകൾ ഉണ്ടാക്കി വെക്കുക. ഇതുപോലെ നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഖുർആൻ ആരെടുത്ത ഉണ്ടായിരുന്നു? എന്നിട്ട് ഇതാരെടുത്ത വെച്ചത്? ഈ ഖുർആൻ ഇങ്ങനെ ക്രോഡീകരിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അടുത്ത്. അബൂബക്കർ റളിയല്ലാഹു ആണല്ലോ ഖലീഫ. അപ്പൊ ഖലീഫന്റെ അടുത്താണ് ഈ ഖുർആൻ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഖുർആനായി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആൻ മുഴുവൻ ക്രോഡീകരിച്ചിട്ട് ഒരു കോപ്പി അത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് വെച്ചു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം അത് ആരെടുത്തുള്ളത്? പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അത് ആരെടുത്തുണ്ടായിരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്താണ് ആ ഖുർആൻ പിന്നെ ഉണ്ടായിരുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്താണ് ആ ഖുർആൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ കാലത്തിന് ശേഷം മർവാൻ, മദീനയുടെ വാലിയായിട്ടുള്ള മർവാൻ എന്താക്കി? ആ ഖുർആനിനെ കത്തിച്ച് കളയുന്നുണ്ട്. അതെന്തിനാന്നൊക്കെ പിന്നെ പറയും. അത് കഴിഞ്ഞ് അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. ബ്രേക്ക് ചെയ്തിട്ട് എടുത്താലോ? ഇനി നമുക്ക് പറയാനുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ഖുർആൻ ക്രോഡീകരണം. അത് എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു, അത് എങ്ങനെയൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചത്, എന്നിട്ട് എന്താണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.